എട്ടാമത് രാഷ്ട്രീയ പോഷന്മാരുടെ ഭാഗമായി കൊണ്ട് തന്നെ നാളിതുവരെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നമ്മൾ അങ്കണവാടി തലങ്ങളിൽ ചെയ്തു വന്നവരാണ്. അതിലൊക്കെ തന്നെ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നതാണ്. അതിൽ അതിയായ സന്തോഷം പങ്കിട്ടുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ദിവസത്തിലെ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ഒരു കുട്ടിയുടെ ആദ്യത്തെ 1000 ദിവസം എന്ന് പറയുന്നത് ഒരു സുവർണ കാലഘട്ടമാണ്. അതിലെ അമ്മയുടെയും ഒപ്പം തന്നെ അച്ഛൻ്റെയും പങ്ക് ഒരുപോലെ തന്നെ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അമ്മ നേരിടുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, സന്തോഷങ്ങളായിക്കോട്ടെ, ദുഃഖങ്ങളായിക്കോട്ടെ, വേദനയായിക്കോട്ടെ, ഇതെല്ലാം തന്നെ കൃത്യമായി ഒരച്ഛനും അത് പങ്കുവെക്കണം, അല്ലെങ്കിൽ അതിലൊരു പങ്കാളിയാകണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയാണ് നമ്മൾ അടുത്ത ദിവസം നടത്താൻ പോകുന്നത്. അതിന് കൃത്യമായി ടാർഗറ്റ് ചെയ്ത ഗുണഭോക്താക്കളായിട്ട് അച്ഛന്മാരെയും പുരുഷന്മാരെയും അതേപോലെ തന്നെ നാട്ടിലുള്ള ആളുകളെയൊക്കെ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഒരു കുട്ടിയുടെ ആദ്യ 1000 ദിവസം എന്ന് പറയുന്നത് ഗർഭധാരണം ആരംഭിക്കുന്നതിൽ നിന്ന് 2 വയസ്സാകുന്നത് വരെയുള്ള കാലഘട്ടമാണ് ഈ 1000 ദിവസം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണിത്. മസ്തിഷ്ക വികസനം, ശരീര വളർച്ച, മാനസിക സുരക്ഷിതത്വം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ സമയത്താണ് രൂപപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ ഒരു പിതാവിൻ്റെ പങ്ക് അമ്മയുടെ പങ്കിനൊപ്പം അത്രമേൽ നിർണായകവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം നാളത്തെ പ്രവർത്തനമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ പ്രധാനപ്പെട്ട പങ്കുകൾ ഈ സമയങ്ങളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം ടീച്ചർമാർ അറിയണം. അറിഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് നോട്ട് ചെയ്തതിന് ശേഷം അത് നിങ്ങളൊരു പാഠമാക്കി എടുത്ത് അതിനെയാണ് നാളത്തെ അച്ഛന്മാരുടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ തുടങ്ങേണ്ടത് ഗർഭകാലം 0 മുതൽ 270 ദിവസം വരെയുള്ളതാണ്. അതാണ് ഗർഭകാലം എന്ന് പറയുന്നത്. ഒരമ്മയ്ക്ക് മാനസിക പിന്തുണ നൽകുക, അമ്മയുടെ മാനസികാരോഗ്യം തന്നെ കുഞ്ഞിൻ്റെ വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പോഷകാഹാരത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. ആരോഗ്യ പരിശോധനയിൽ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകണം. ഒപ്പം തന്നെ കുഞ്ഞിനോടുള്ള ബന്ധം വളർത്തുന്നതിന് വേണ്ടി അമ്മയുടെ വയറിനോട് സംസാരിക്കുക, ഗാനങ്ങൾ കേൾപ്പിക്കുക തുടങ്ങിയവ കുഞ്ഞിൻ്റെ വികാര വികസനത്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ് പഠനം തെളിയിക്കുന്നത്. അതേപോലെ തന്നെ ജനനശേഷം, അതായത് 6 മാസം വരെയുള്ള കാലഘട്ടത്തിൽ ഒരു പിതാവിൻ്റെ പങ്കെന്ന് പറയുന്നത് കുഞ്ഞിനെ മാതൃപാൽ കൊടുക്കുന്നതിന് അമ്മയെ പ്രോത്സാഹിപ്പിക്കുക, രാത്രികാലത്തിൽ കുഞ്ഞിനെ കയ്യിലെടുക്കുക, അമ്മയ്ക്ക് വിശ്രമം ലഭിക്കാൻ സഹായിക്കുക, അതേപോലെ തന്നെ കുഞ്ഞിനെ കയ്യിലെടുത്ത് സ്നേഹത്തോടെ സംസാരിക്കുക. ഇത് സുരക്ഷിതത്വം നൽകുന്നതിനും മസ്തിഷ്കത്തിലുണ്ടാകുന്ന ബന്ധങ്ങൾ വളർത്താനും സഹായിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് 6 to 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഇത് പൂരകാഹാരം നൽകുന്നതിൽ, അതായത് കോംപ്ലിമെൻ്ററി ഫീഡിങ്ങിൽ അച്ഛന്മാർ കൂടി പങ്കാളികളാവണം. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം കുട്ടികൾ വളർത്താൻ മാതൃക കാണിച്ചു കൊടുക്കുക. ഒപ്പം കളിയിലും പഠനത്തിലും സമയം ചെലവഴിക്കുക. ഭാഷ, അവരുടെ ചിന്താശേഷി, സാമൂഹിക കഴിവുകളെല്ലാം തന്നെ ഇത് വികസിക്കാൻ കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അതേപോലെ തന്നെ മാനസികവും സാമൂഹികവുമായിട്ടുള്ള വളർച്ച, ഇത് കുട്ടിയെ ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ തന്നെ അമ്മ കുഞ്ഞ് ബന്ധത്തിനൊപ്പം തന്നെ പിതാവ് കുഞ്ഞ് ബന്ധവും ഉറപ്പാക്കണം. അതേപോലെ കഥ പറയൽ, കളിക്കൽ, ഔട്ടിംഗ് തുടങ്ങിയവ വഴി കുട്ടിയിൽ സാമൂഹികവും വികാരാത്മകവുമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കാൻ സഹായകവുമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ 1000 ദിവസങ്ങളിൽ പിതാവിൻ്റെ പങ്ക് എന്ന് പറയുന്നത് ഒരു സംരക്ഷകൻ എന്ന നിലയിൽ, പിന്തുണയാളൻ എന്ന നിലയിൽ, മാർഗദർശകൻ എന്ന നിലയിലും കൂട്ടാളി എന്ന നിലയിലൊക്കെ തന്നെ ഇത് വളരെ വലിയതാണ്. പിതാവ് ഇടപെടുന്ന മുറയ്ക്ക് കുട്ടിയുടെ ആരോഗ്യവും മാനസിക വികസനവും ഒക്കെ തന്നെ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ടീച്ചേഴ്സ് നോട്ട് ചെയ്തിട്ട് നാളത്തെ പ്രവർത്തനത്തിൽ അവതരിപ്പിക്കേണ്ടത്. നമുക്കറിയാം, ആദ്യത്തെ 1000 ദിവസം എന്ന് പറയുന്നത് ഗർഭകാലം മുതലുള്ള കുഞ്ഞിൻ്റെ 2ാമത്തെ ജന്മദിനം വരെയുള്ള കാര്യങ്ങളാണല്ലോ. അത് നമുക്കറിയാം. സാധാരണ പോലെ തന്നെ ആദ്യത്തെ 1000 ദിവസം എന്ന് പറയുന്നത് ഗർഭകാലം മുതൽ കുഞ്ഞിൻ്റെ 2ാമത്തെ ജന്മദിനം വരെയുള്ള നിർണായക ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1000 ദിവസങ്ങളിലാണ് കുട്ടിയുടെ മസ്തിഷ്ക വികസനത്തെക്കുറിച്ചിട്ടുള്ള പിതാക്കളുടെ ബോധവൽക്കരണം കൃത്യമായി നമുക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ 1000 ദിവസങ്ങളിൽ മസ്തിഷ്ക വികസനത്തെക്കുറിച്ചുള്ള പിതാക്കൾക്കുള്ള ബോധവൽക്കരണം കൃത്യമായി നമ്മൾ കൊടുക്കേണ്ടത്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ നാളത്തെ സെഷനായിട്ട് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ടീച്ചേഴ്സ് മനസ്സിലാക്കുക. ഇതിൽ കൃത്യമായി ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആദ്യത്തെ 1000 ദിവസങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. മസ്തിഷ്ക വളർച്ചയുടെ 80% വരെ ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശരിയായ പോഷണം, സ്നേഹം, സംരക്ഷണം, പഠനാനുഭവങ്ങൾ എന്നിവ കുഞ്ഞിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അച്ഛന്മാരുമായിട്ട് കുട്ടികളെ കൂടുതൽ അടുപ്പിക്കണം, അതിന് അച്ഛന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായി തന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതേപോലത്തെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും സുരക്ഷയ്ക്കും അമ്മയെ മാത്രം ആശ്രയിക്കാതെ
പിതാവിൻ്റെ പങ്കും കൂടി നിർണായകമാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെയാണ് പിതാവിൻ്റെ സ്നേഹബന്ധം, അതായത് ഒരു ബോണ്ടിങ്, കുഞ്ഞും പിതാവുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഉറപ്പാക്കുമ്പോൾ മാത്രമാണ് കുഞ്ഞിന് കൂടുതൽ ആത്മവിശ്വാസവും സന്തുലിത സ്വഭാവവും ഉള്ളവനായിട്ട് വളരുന്നത്. അതേപോലെ തന്നെ പിതാവിൻ്റെ സംസാരവും കളിയും കുഞ്ഞിൻ്റെ ഭാഷാ ഭൗതിക വളർച്ചയെ തന്നെ വേഗത്തിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനം തെളിയിക്കുന്നത്. ഇതൊക്കെ തന്നെ കൃത്യമായി നിങ്ങൾ ഈ പിതാക്കന്മാരോട്, അല്ലെങ്കിൽ അച്ഛന്മാരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും അവരിലേക്ക് എത്തിച്ച് കൃത്യമായി നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം കൃത്യമായി വിവരിച്ചു കൊടുക്കാനുള്ള അവസരമാണ്. കൃത്യമായി ടീച്ചർമാർ അത് പഠിച്ചെടുത്ത് അത് അങ്ങനെ തന്നെ നിങ്ങൾ കൃത്യമായി അവരിലേക്ക് എത്തിക്കുക. നിങ്ങൾ നടത്തുന്ന ഓരോ ബോധവൽക്കരണ പരിപാടിയും നാടിന് അനുകൂലമായി കൊണ്ട് തന്നെ ഇതെല്ലാം മാറുന്നുണ്ട്. കുറേയധികം തെറ്റിദ്ധാരണകൾ തീർക്കാനും നമ്മളെ ടീച്ചേഴ്സ് വഴി സാധിക്കുന്നുണ്ട് എന്നുള്ളതിലാണ് നമ്മൾ അതിയായി സന്തോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ അതേ രീതിയിൽ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ച് നമ്മളുടെ പോഷൻ മിഷൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് ജനാന്തോളൻ ഡാഷ്ബോർഡിലേക്ക് ഈ എൻട്രികളൊക്കെ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മൾ ഈ സെഷനിലൂടെ തന്നെ വിവരിക്കുന്നുണ്ട്. ശരിയായ തീമും ശരിയായ ആക്ടിവിറ്റിയും തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് പൂർത്തിയാക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് ടീച്ചർ ഈ പറയുന്ന രക്ഷിതാക്കൾക്ക്, പ്രത്യേകിച്ച് പിതാക്കന്മാർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഫോട്ടോ ആണ് നിങ്ങളുടെ ഫോണിനകത്തേക്ക് സേവ് ചെയ്ത് വെക്കേണ്ടത്. 4-5 ഫോട്ടോ നിങ്ങൾക്ക് പല കോർണറിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ആ ഫോട്ടോ 5 ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജനാന്തോളൻ ഡാഷ്ബോർഡിലേക്ക് കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ പ്രവർത്തനം പൂർത്തിയാക്കുക. താങ്ക് യു. നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി നിങ്ങൾ ഈ പേജിൽ നിന്ന് രേഖപ്പെടുത്തുക. അതിനുശേഷം ലോഗിൻ എന്ന് കാണുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം രേഖപ്പെടുത്തുന്നതിനുള്ള ഫോം വരും. ആ ഭാഗത്ത് തീം എന്ന് കാണുന്ന ഭാഗം ഉണ്ടാവും. ഗ്രൂപ്പ് ഓൾറെഡി നമുക്കറിയാം പോഷന്മാർ തന്നെയാണ്, മാറ്റമില്ല. തീം എന്ന് കാണുന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമ്മൾ മെൻ സ്ട്രീമിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ നമ്മൾ മെൻ സ്ട്രീമിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓർഗനൈസർ എന്നുള്ളത് MOWNCD തന്നെയാണ്, അതിൽ മാറ്റമില്ല. ലെവൽ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ ബ്ലോക്ക് എന്നായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് AWC എന്ന് തന്നെ സെലക്ട് ചെയ്യണം. നമ്മൾ എല്ലാ ദിവസങ്ങളും പറയുന്നതാണ്, അംഗൻവാടി തല പ്രവർത്തനങ്ങൾ നടത്തുന്നത് അംഗൻവാടി സെലക്ട് ചെയ്തുകൊണ്ടായിരിക്കണം. ബ്ലോക്ക് തലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് സെലക്ട് ചെയ്തിട്ട് നടത്തുന്നതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അംഗൻവാടി തലത്തിൽ നമ്മുടെ ടീച്ചേഴ്സ് രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ AWC ലെവൽ വന്നു എന്നുള്ളത് കൂടെ ഉറപ്പാക്കണം. അതിനുശേഷം AWC സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളും ഇവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് നമ്മളുടെ അനുയോജ്യമായിട്ടുള്ള നമ്മുടെ സെൻറ്റർ തന്നെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആക്ടിവിറ്റി എന്ന് കാണും. ആക്ടിവിറ്റി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലിസ്റ്റുകൾ അവിടെ കാണും. നമ്മൾ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അവയർനെസ് ഓഫ് ഫാദേഴ്സ് ആൻഡ് അതർ മെയിൽ മെമ്പേഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഓൺ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ഫസ്റ്റ് 1000 ഡേയ്സ്. നമുക്കറിയാമല്ലോ, പുരുഷ പങ്കാളിത്തം ഉറപ്പാക്കുക, അതായത് അച്ഛൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമായിട്ടും 1000 ദിവസങ്ങളെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്നതാണ് ആക്ടിവിറ്റി ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. കൃത്യമായ ആക്ടിവിറ്റി മാറാതെ ആദ്യം സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഡേറ്റ് ചോദിക്കുന്നുണ്ട്. നമ്മൾ 26-ാം തീയതി നടത്തുന്ന പ്രവർത്തനം ആയതുകൊണ്ട് 26 എന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കണം. അതിനുശേഷം പാർട്ടിസിപ്പേഷൻസ് ഡീറ്റെയിൽസ് ആണ് അവിടെ ചോദിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അഡൾട്ട് എന്ന് കാണുന്ന അവിടെയാണ്. നമ്മൾ അച്ഛന്മാരോ കുട്ടികളുടെ അച്ഛന്മാർ രക്ഷിതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അഡൾട്ട് എന്ന് കാണുന്ന ഭാഗത്താണ് നിങ്ങളവിടെ എണ്ണം എഴുതേണ്ടത്. ഇപ്പോൾ ഒരു സെൻറ്ററിൽ ഒരു 10-15 അച്ഛന്മാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം. അവരുടെ അമ്മമാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും എത്ര എണ്ണം എന്നുള്ളത് രേഖപ്പെടുത്തുക. കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് മെയിൽ എത്ര ഫീമെയിൽ എത്ര എന്ന് തന്നെ വേർതിരിച്ചു കൊണ്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. അതിനുശേഷം AG കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളത് രേഖപ്പെടുത്തുക. എത്ര AG കുട്ടികൾ അംഗൻവാടി തലത്തിൽ ഇന്ന് നടത്തിയ അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഇവരൊക്കെ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം കൃത്യമായി തന്നെ രേഖപ്പെടുത്തുക. ഓർക്കുക, അച്ഛന്മാരോ രക്ഷിതാക്കളോ പുരുഷന്മാരോ ആർക്കും ഈ പ്രവർത്തനത്തിൽ ഭാഗമാവാം. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ അറിയിച്ചു കൊണ്ടായിരിക്കണം നാളത്തെ പ്രവർത്തനം നടത്തേണ്ടത്. ഇത്തരത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിട്ടുപോവാതെ നമ്മുടെ ജനാന്തോളൻ ഡാഷ്ബോർഡിലേക്ക് കൂടി ഈ പറഞ്ഞ തീമും ആക്ടിവിറ്റിയും പ്രകാരം നിങ്ങൾ രേഖപ്പെടുത്തുക.
അതിനുശേഷം ബ്രൗസ് ഫയൽ എന്ന് കാണുന്ന ഭാഗം വരും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഈ ഭാഗത്ത് അപ്ലോഡ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇന്നത്തെ നടത്തിയ പ്രവർത്തനത്തിന് അവയർനെസ് പ്രോഗ്രാം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ പേര് കൊടുക്കാം. എന്ത് തന്നെ കൊടുത്താലും നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്റ്റാർ, കോമ ഇങ്ങനെ കാണുന്ന ഈ ക്യാരക്ടറൊന്നും നിങ്ങളവിടെ കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്ലീസ് എൻ്റർ വാലിഡ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള രൂപത്തിൽ കാണും. അപ്പോൾ അത് മാറ്റി നിങ്ങൾ കൃത്യമായിട്ട് അവിടെ എന്താണോ ഇന്നത്തെ പ്രവർത്തനം അതിൻ്റെ ഒരു ചുരുക്കമാണ് അവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ അവയർനെസ് പ്രോഗ്രാം എന്ന് കൊടുക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുക. അങ്ങനെ കൊടുത്തില്ലെങ്കിലും നമുക്ക് ആക്ടിവിറ്റി സബ്മിറ്റ് ആവും. കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഈ കാണുന്ന സബ്മിറ്റ് ബട്ടനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ടത്. താങ്ക് യു.